ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹാഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും ഗുരുദേവ നാമത്തിൽ വിനീത നമസ്കാരം. ഇന്നത്തെ പ്രഭാഷണ വിഷയം ശ്രീനാരായണ ഗുരു 1914 അദ്വൈതാശ്രമത്തിൽ വെച്ചു രചിച്ചു എന്ന് കരുതുന്ന ജാതി നിർണയം എന്ന ലഘുകൃതിയാണ്. ഈ കൃതിയുടെ മനനത്തിലേക്ക് ഗുരുദേവന്റെ ജാതി നിഷേധം ഉറപ്പുറ്റ തത്വബോധത്തിന്റെയും വ്യക്തമായ ശാസ്ത്രചിന്തയുടെയും ഫലമാണെന്ന് ഈ കൃതി നിസ്സംശയം തെളിയിക്കുന്നു. ചിന്താശക്തിയുള്ള ഏതൊരു വ്യക്തിയെയും ജാതി പിശാചിന്റെ ബാധയിൽ നിന്നും ഈ കൃതി വിമുക്തനാക്കുന്നതാണ്. തുടർന്ന് പരമപുരുഷാർത്ഥമായ ആത്മാനുഭവത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ കഴിയുന്ന നീതിബോധമുള്ള വ്യക്തികളെ രൂപപ്പെടുത്തുന്നതാണ് ഗുരുദേവന്റെ പ്രബോധന കൃതികൾ എല്ലാം തന്നെ. അനുകമ്പ, അഹിംസ, ആർദ്രത, ആർജവം, ക്ഷമ, കാരുണ്യം, സംതൃപ്തി തുടങ്ങിയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സഹജ ഭാവങ്ങളായി തീരുന്നതിന് ഉതകുന്നതാണ് ഗുരുദേവ കൃതികളിലെ ഉദ്ബോധനങ്ങൾ. ഒരുപക്ഷെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമായി തീർന്നതുമായ ഒരു കൃതിയാണ് ഇത്. അദ്വൈത സത്യം സൂര്യതുല്യം സാക്ഷാത്കരിച്ച നാട്ടിലെ ജനസമൂഹത്തെ ജാതി പിശാച് പിടികൂടാനിടയായത് അത്യന്തം നിർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. അജ്ഞതയും സ്ഥാപിത താല്പര്യവും അല്ലാതെ ഇതിന് മറ്റൊരു കാരണവും ഇല്ല. ജാതി ഉണ്ടെങ്കിൽ അതെന്താണ്? ജാതിയും ജന്മവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന സന്ദേശത്തിന്റെ അന്തർസത്ത എന്താണ്? ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണ് ഈ കൃതി. ഈ കൃതി നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിന് ഒരു കെടാവിളക്കായി എന്നും വിളങ്ങും. സത്യസ്വരൂപം തീരെ മറക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അതിനെ വീണ്ടും പ്രകാശിപ്പിക്കുവാൻ ആണല്ലോ മഹാത്മാക്കൾ അവതരിക്കുന്നത്. ഇവിടെ കേരളം ജാതി പിശാചിന്റെ പിടിയിൽ അമർന്ന് ഭ്രാന്താലയമായി മാറിയ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജനനം. ഇനി ഭാഷയുടെ കാര്യത്തിൽ മറ്റൊരു കൃതിയിലും സ്വീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളതാണ് ഇതിന്റെ രചനാശൈലി. ഒരു ശ്ലോകം സംസ്കൃതത്തിലും ബാക്കി 5 ശ്ലോകങ്ങൾ മലയാളത്തിലുമായിട്ടാണ് ഇതിന്റെ രചന. ജാതി ചിന്തയും ജാതി വിവേചനവും ഭാരതത്തിലെ സാമൂഹിക ജീവിതത്തിന് തുടച്ചു മാറ്റാനാവാത്ത ഒരു കളങ്കമായി തീർന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ളത് സംസ്കൃത ഭാഷയിലുള്ള ആധ്യാത്മികവും അല്ലാത്തതുമായ ഗ്രന്ഥങ്ങളാണ്. അതുകൊണ്ട് സാമൂഹികമായ അർത്ഥത്തിലൂടെ ജാതി എന്നതിൻ്റെ നിരർത്ഥകത എത്രമാത്രമാണെന്ന് ഒരു സംസ്കൃത ഭാഷയുടെ പശ്ചാത്തലത്തിലുള്ളവർക്ക് മനസ്സിലാകത്തക്ക വണ്ണം ആ ഭാഷയിൽ തന്നെ ഗുരു ഈ കൃതിയുടെ മർമ്മം തൊട്ടു കാണിക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജാതിയിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ബ്രാഹ്മണനും ഒപ്പം ചണ്ടാളൻ എന്ന സംസ്കൃത ഭാഷയിൽ പറയുന്ന പറയനും ഒരുപോലെ മനസ്സിലാകണം എന്ന് കരുതിയാവാം ഈ കൃതി ഈ വണ്ണം സംസ്കൃതത്തിലും മലയാളത്തിലുമായി രചിച്ചത്. ജീവികളെ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിങ്ങനെ രൂപഭേദങ്ങൾ അനുസരിച്ച് ഇനങ്ങളായി വേർതിരിച്ചാൽ തർക്കശാസ്ത്ര പ്രസിദ്ധങ്ങളായ മനുഷ്യാദി ജാതികൾ ഉണ്ടാവാം. അല്ലാതെ
ഒരേ രൂപത്തിലുള്ള ജീവികളെ ജാതികളായി വേർതിരിക്കുന്നത് അത്യന്തം അശാസ്ത്രീയമാണെന്നാണ് ആദ്യമായി ഈ കൃതിയിൽ വെളിപ്പെടുത്തുന്നത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്രം ഗവായത ന ബ്രാഹ്മണാതിരസൈവം ഹാതത്വം വേതി കോപിന. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. നരജാതിയതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും പറയൻ താനുമെന്നുള്ളതന്തരം നരജാതിയിൽ. പറച്ചിയിൽ നിന്നു പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്തിച്ച മുനി കൈവർത്ത കന്യയിൽ. ഇല്ല ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ ചൊല്ലേറും വ്യക്തിഭാവത്തിലല്ലേ ഭേദമിരുന്നിടൂ. ആദ്യ ശ്ലോകത്തിൽ പറയുന്നു, എപ്രകാരമാണോ പശുവർഗത്തിൽപ്പെട്ട ജന്തുക്കൾക്ക് ഗോവിന്റെ ഭാവം എന്ന അർത്ഥമുള്ള ഗോത്വം ജാതിയാണെന്ന് തർക്കശാസ്ത്രത്തിലും മറ്റും കരുതപ്പെടുന്നത്, അതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വം എന്നത് ജാതിയായി ഗണിക്കാവുന്നതാണ്. മനുഷ്യന് ജനനം കൊണ്ട് കിട്ടുന്നതായി കരുതപ്പെടുന്ന ബ്രാഹ്മണാദി ജാതി ഇപ്രകാരം യുക്തിയൊന്നും ഉള്ളതല്ല. ഹാ കഷ്ടം, ആർക്കും തന്നെ യാഥാർത്ഥ്യം എന്തെന്ന് അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. മനുഷ്യന് ജാതി ഒന്നേയുള്ളൂ, മതം ഒന്നേയുള്ളൂ, ദൈവം ഒന്നേയുള്ളൂ, ഉൽപ്പത്തി സ്ഥാനം ഒന്നേയുള്ളൂ, ആകൃതി ഒന്നേയുള്ളൂ. ആ മനുഷ്യവർഗത്തിൽ ഭേദം ഒന്നും തന്നെ കൽപ്പിക്കാനില്ല. ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാ. മനുഷ്യന്റെ സന്താന പരമ്പര മനുഷ്യവർഗത്തിൽ നിന്ന് മാത്രമാണല്ലോ ജനിക്കുന്നത്. ഇതാലോചിച്ചാൽ മനുഷ്യവർഗം മുഴുവൻ ഒരു ജാതിയിലുള്ളതാണെന്ന് വ്യക്തമായി തീരുമാനിക്കാം. നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും പറയൻ താനും എന്നുള്ളതന്തരം നരജാതിയിൽ. ബ്രാഹ്മണനും പറയനും മനുഷ്യവർഗത്തിൽ നിന്നു തന്നെയാണ് ജനിക്കുന്നത്. ഈ നിലയ്ക്ക് മനുഷ്യവർഗത്തിൽ ഭേദം എന്താണുള്ളത്? പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യയെ. പുരാണ കാലത്തു തന്നെ വേദവ്യാസന്റെ പിതാവായ പരാശര മഹർഷി അദൃശന്തി എന്നു പേരായ പറച്ചിയിൽ നിന്നും ജനിച്ചതായി കാണുന്നു. വേദങ്ങളെ ചിട്ടപ്പെടുത്തി ബ്രഹ്മസൂത്രം രചിച്ച വേദവ്യാസൻ മത്സ്യഗന്ധി എന്നു പേരായ മുക്കവ സ്ത്രീയിൽ ജനിച്ചതായും കാണുന്നു. ഇല്ല ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ ചൊല്ലേറും വ്യക്തിഭാവത്തിലല്ലേ ഭേദമിരുന്നിടൂ. വിവേകത്തിലും ഗുണകർമ്മങ്ങളിലും മനുഷ്യർക്ക് പരസ്പര ഭേദം ഉണ്ടാകാം. അത് ജന്മവുമായി കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്കൃതി ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും മഹാഗുരുവിന്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവോം.